രാഗിനി, ഇപ്പോൾ ഏത് ഭാഗത്താണുള്ളത്? ഗവർണർ ഇപ്പോൾ വേദിയിൽ എത്തിയിട്ടുണ്ട്. ആ വേദിയിൽ പ്രസംഗിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് തന്നെ സമാന്തരമായി തന്നെ വലിയ പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? എത്രത്തോളം SFI പ്രവർത്തകരുണ്ട്? പോലീസ് എത്രത്തോളമുണ്ട്? ശക്തമായിട്ടുള്ള പോലീസ് സംവിധാനം ഇടുക്കിയിലാകെ, പ്രത്യേകിച്ചും തൊടുപുഴയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. ഗവർണർ ഇപ്പോൾ ഈ പരിപാടിയുടെ വേദിയിൽ എത്തിയിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം സംസാരിക്കും. എന്തായാലും അവിടെ അടക്കം ആളുകളെ കയറ്റുന്നതിൽ കർശന നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളുമാണ് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. ഗവർണർ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് ഈ വെങ്ങല്ലൂർ സിഗ്നൽ കഴിഞ്ഞ് ഈ വഴിയിലൂടെയാണ് ഗവർണർ കടന്നുപോയത്. അവിടെ ഒക്കെ തന്നെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ കരിങ്കൊടി പ്രതിഷേധം ഒരു പരിധി വിട്ട്, അതായത് ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് എത്തുന്ന തലത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയില്ല. പോലീസ് കർശനമായിട്ടുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. കാരണം പ്രവർത്തകരോട് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് കാട്ടിക്കൊണ്ട് പോലീസ് വലയം തന്നെ തീർക്കുകയാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് പ്രവർത്തകർക്ക് അത് മറികടന്ന് പോകാൻ കഴിഞ്ഞില്ല. എന്തായാലും അതിന് അപ്പുറത്തു നിന്നുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കരിങ്കൊടി ഉയർത്തിക്കൊണ്ട്, ബാനർ ഉയർത്തിക്കൊണ്ട് കരിങ്കൊടി കാട്ടിയുള്ള പ്രതിഷേധമാണ് നടന്നത്. SFI ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം നടന്നത്. അതോടൊപ്പം തന്നെ വെങ്ങല്ലൂരിന് അപ്പുറവും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു, കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗവർണർ വേദിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. ആ പരിപാടിയിൽ ഗവർണർ സംസാരിക്കും. തുടർന്ന് ആ പരിപാടിക്ക് ശേഷം അദ്ദേഹം പോകുന്നത് ഈ PWD റെസ്റ്റ് ഹൗസിലേക്കാണ് എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ അവിടെയും വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന് തീർക്കേണ്ടതായിട്ട് വരും. കാരണം അവിടെയും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനുശേഷം ഗവർണർ അവിടെ നിന്നും മടങ്ങും. കാരണം ഇനി ഒരു 1.25 മണിക്കൂറെങ്കിലും ഗവർണർ ഈ തൊടുപുഴയിൽ ഉണ്ടാകും എന്നതാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മണിക്കൂറുകൾ എന്ന് പറയുന്നത് വളരെ സുപ്രധാനമാണ്. ഒരു പ്രതിഷേധം അതിരുവിടാതെ നോക്കുക എന്നത് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പോലീസിനെ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. അതേസമയം LDF വ്യക്തമാക്കുന്നത് ഗവർണർ ഇന്നേ ദിവസം തന്നെ തിരുവനന്തപുരത്ത് ഇടുക്കിയിലെ ഭൂപതിവ് ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിലേക്ക് ഒരു മാർച്ച് നിശ്ചയിച്ച ദിവസം തന്നെ ഇങ്ങനെ ഗവർണർ ഇടുക്കിയിലേക്ക് വരുന്നു എന്നുള്ളത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. SFIയുടെ പ്രതിഷേധം നമുക്കറിയാം. കാരണം നേരത്തെ തന്നെ ഗവർണർ ഈ സെനറ്റിലേക്കും മറ്റും തനിക്കിഷ്ടപ്പെട്ട ആളുകളെ വയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SFI പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ കോഴിക്കോട് സർവകലാശാലയിലടക്കം ആ പ്രതിഷേധത്തിന്റെ ഒരു തീജ്വാല കണ്ടതാണ്. ഗവർണറുടെ മറുപടിയും ആ പ്രതിഷേധങ്ങളോടുള്ള മറുപടിയും നമ്മൾ കണ്ടതാണ്. മിഠായി തെരുവിലടക്കം അദ്ദേഹം ഇറങ്ങുന്ന കാഴ്ച ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതടക്കമുള്ള ഒരു പശ്ചാത്തലം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും ഇന്ന് ഹർത്താലാണ്. അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഗവർണർ പോകാനുള്ള സാധ്യതകൾ കുറവാണ്. എന്തായാലും ഗവർണർ PWD റെസ്റ്റ് ഹൗസിൽ ഉണ്ടാകുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ തരത്തിലുള്ള സുരക്ഷയും അവിടെ ഒരുക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഗവർണർ പോകുന്നത് വരെ പ്രതിഷേധങ്ങൾ തുടരും എന്നതാണ് SFI വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ഹർത്താൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. പക്ഷേ ഈ KSRTC ബസ് തടയുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ പോയിട്ടില്ല. കാറുകളും ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും മറ്റുമൊക്കെ തൊടുപുഴ ടൗണിൽ ഓടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങളും ഓടുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും പല കേന്ദ്രങ്ങളിലുമുണ്ട്. ഈ ഇടുക്കിയിലെ ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധമാണ്. നേരത്തെ മുദ്രാവാക്യം വിളിയിൽ ഗവർണറെ പരാമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗവർണർക്കെതിരെ കടുത്ത പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ മുദ്രാവാക്യം വിളിയൊക്കെ നീളുകയും ചെയ്തിട്ടുള്ളത്. ഇടുക്കിയിലെ പ്രത്യേകിച്ചും തൊടുപുഴയിലെ 2 ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത്. ആ പ്രതിഷേധത്തിന് ശേഷമാണ് കരിങ്കൊടി പ്രതിഷേധം ഈ പോകുന്ന വഴിയിൽ, ഗവർണറുടെ കോൺവോയ് പോകുന്ന വഴിയിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലുള്ള പ്രതിഷേധം വരും മണിക്കൂറുകളിലും തുടരുമെന്നാണ് SFI ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും LDF നേതൃത്വത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്ന സമയത്ത് തന്നെയാണ് ഗവർണർ അവിടേക്ക് എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ LDF ജില്ലാ നേതൃത്വം കാണുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഗവർണർ എന്തായിരിക്കും ഈ വേദിയിൽ പറയാൻ പോകുന്നതും എന്നതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1960 ഈ ഭൂ നിയമ ഭേദഗതി അത് പിടിച്ചു വെച്ചിരിക്കുന്നു. അത് ഒപ്പിടാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ രൂപപ്പെടുകയും ചെയ്യുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ SFI ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ സ്വരങ്ങളാണ് ഉയർത്തുന്നത്. അതേസമയം തന്നെ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് LDFന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ, LDFന്റെ ഭാഗത്തു നിന്നും ഏതൊക്കെ ഇടങ്ങളിലാണ് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്, അതിൽ എത്രത്തോളം ആളുകളുണ്ട്, SFIയുടെ പ്രതിഷേധ രീതി എങ്ങനെയാണ്?
ഈ LDFിൻ്റെ പ്രതിഷേധമെന്ന് പറയുമ്പോൾ പ്രധാനമായും CPIMൻ്റെ ഏരിയ കമ്മിറ്റികളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധങ്ങളാണ് ഇടുക്കിയിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ആളുകളും ഒക്കെ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. അവിടെ രാജ്ഭവൻ മാർച്ചും അടക്കം നിശ്ചയിച്ചിട്ടുമുണ്ട്. എന്തായാലും അത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ട്. പക്ഷേ വാഹനം തടയുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കോ മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്കോ ഒന്നും തന്നെ ഹർത്താൽ വഴിമാറിയിട്ടില്ല എന്നുകൂടി പറയേണ്ടതായിട്ടുണ്ട്. ശരി രാഗിൻ, എന്തായാലും നമുക്ക് മടങ്ങിയെത്താം. അങ്ങനെ പ്രതിഷേധ ജ്വാലയിലാണ് ഇടുക്കിയുള്ളത്, തൊടുപുഴ ഉള്ളത്. ഗവർണർ വേദിയിൽ ഉണ്ട്. ഗവർണർ അല്പസമയത്തിനകം പ്രസംഗിക്കാൻ പോകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങളോ ഒക്കെ ഉണ്ടാകുമോ ഗവർണർക്ക് നേരെ? ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഈ വാഹനവ്യൂഹത്തിന് അടുത്തെത്താതെ ഈ റോഡ് അരികിൽ നിന്നുകൊണ്ടാണ്. അതല്ല മറ്റു രീതിയിൽ എന്തെങ്കിലും രീതിയിൽ സമരങ്ങൾ മാറുമോ എന്നൊക്കെ ഉറ്റുനോക്കുന്ന നിമിഷങ്ങളാണ്.